ആന്റി കപ്പളങ്ങ കറി വെച്ചാലോ? കപ്പളങ്ങ കറി വെച്ചായിരുന്നാ? ആ മോനെ ആക്കി തരാം. അപ്പോൾ എനിക്ക് കപ്പൊക്കെ തന്നത് കണ്ണൻ്റെ ഉറ്റ ഫ്രണ്ടായ ജോയലുമോനാണ്. അപ്പോൾ ജോയലുമോൻ്റെ വീട്ടിൽ നിന്നാണ് കപ്പൊക്കെ കൊടുത്തയച്ചത്. അവൻ്റെ അമ്മ കൊടുത്തയച്ചതാണ്. രണ്ട് വലിയ കപ്പൊക്കെ തന്നെയാണ് കൊടുത്തയച്ചത്. ഒന്ന് പഴുക്കാനായതും ഒന്ന് പഴുക്കാൻ തുടങ്ങുന്നതും. അപ്പോൾ പഴുക്കാൻ തുടങ്ങുന്നതാണ് ഞാൻ കറി വെക്കാൻ വേണ്ടി എടുക്കുന്നതും. അപ്പോൾ പുളിയെല്ലാം ഇട്ട് കറി വറുത്തരച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റ്, നല്ല അടിപൊളി വേഗം വെന്ത് കിട്ടുന്ന കപ്പക്കയാന്ന് തോന്നുന്നു. ഓരോരോ ആൾക്കാർ കപ്പക്ക ഉള്ള വീട്ടിൽ പോയി കപ്പക്ക കറി വെക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവരെ കപ്പ മരത്ത് നിറച്ചും കപ്പക്ക ഉണ്ടാവും, എന്നാലും അവർ തരൂല. കാരണം ഡിമാൻഡാണ് അവർക്ക്. അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് തരുന്നവർ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സുള്ളവർ തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ശരിക്കും നല്ല മനുഷ്യർ. അപ്പോൾ ചിലർ തരും. അപ്പോൾ എനിക്ക് കപ്പൊക്കെ തന്നത് കണ്ണൻ്റെ ഉറ്റ ഫ്രണ്ടായ ജോയലുമോനാണ്. അപ്പോൾ ജോയലുമോൻ്റെ വീട്ടിൽ നിന്നാണ് കപ്പൊക്കെ കൊടുത്തയച്ചത്. അവൻ്റെ അമ്മ കൊടുത്തയച്ചതാണ്. രണ്ട് വലിയ കപ്പൊക്കെ തന്നെയാണ് കൊടുത്തയച്ചത്. ഒന്ന് പഴുക്കാനായതും ഒന്ന് പഴുക്കാൻ തുടങ്ങുന്നതും. അപ്പോൾ പഴുക്കാൻ തുടങ്ങുന്നതാണ് ഞാൻ കറി വെക്കാൻ വേണ്ടി എടുക്കുന്നതും. അപ്പോൾ പുളിയെല്ലാം ഇട്ട് കറി വറുത്തരച്ച് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. കഴിച്ച് നോക്കുമ്പോൾ ഒടുക്കത്തെ ടേസ്റ്റ്, നല്ല അടിപൊളി വേഗം വെന്ത് കിട്ടുന്ന കപ്പക്കയാന്ന് തോന്നുന്നു. ഓരോരോ ആൾക്കാർ കപ്പക്ക ഉള്ള വീട്ടിൽ പോയി കപ്പക്ക കറി വെക്കാൻ കൊതിയുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അവരെ കപ്പ മരത്ത് നിറച്ചും കപ്പക്ക ഉണ്ടാവും, എന്നാലും അവർ തരൂല. കാരണം ഡിമാൻഡാണ് അവർക്ക്. അപ്പം നമ്മൾ മനസ്സറിഞ്ഞ് തരുന്നവർ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സുള്ളവർ തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ളവരാണ് ശരിക്കും നല്ല മനുഷ്യർ. അപ്പോൾ ചിലർ തരും. അപ്പോൾ കപ്പക്ക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആണെങ്കിൽ എത്ര വിലയില്ല, പക്ഷെ ഇപ്പം ഭയങ്കര ഡിമാൻഡാണ്. കപ്പക്ക ഏടിയില്ല, ആടെ പോയി നമ്മൾ പറിച്ചിട്ട് വരും. അപ്പം എൻ്റെ കണ്ണൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച കപ്പക്കയാണ്. അപ്പോൾ ആ മോനാണ് നേരത്തെ ഞാൻ കണ്ട കുഞ്ഞി. അപ്പോൾ പാവ മോനാണ്. അപ്പോൾ അവർ രണ്ട് വലിയ കപ്പക്കയാണ് രാവിലെ കൊടുത്തയച്ചത്. ഒന്ന് നല്ല പഴുക്കാറായിട്ടുണ്ട്, ഒന്ന് മധുരം ചെറുതായിട്ടുണ്ട്. അപ്പോൾ ആ മധുരം പറ്റിയതാണ് ഞാൻ വറുത്തരച്ച് വാളംപുളിയിൽ ഒഴിച്ചിട്ട് വെക്കാൻ വിചാരിച്ചത്. അങ്ങനെ വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കപ്പക്ക. അപ്പോൾ ഞാനൊരു കഷ്ണം മുറിച്ച് തിന്ന് നോക്കി. അപ്പം പറയാതിരിക്കാൻ പറ്റൂല, നല്ല കപ്പക്ക. ചിലത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഇത് നല്ല ടേസ്റ്റി കപ്പക്ക, വേഗം വെന്ത് കിട്ടുന്ന കപ്പക്ക. ചിലർ വീട്ടിൽ പോയിട്ട് കപ്പക്ക ഉണ്ടായിച്ച് ചോദിച്ചാൽ ആരും തരൂല. കപ്പക്ക കറി വെക്കാൻ ഉണ്ടായിരുന്നെങ്കിലെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അവരെ വീണ്ടും ഒരു നിറച്ച് കപ്പക്ക ഉണ്ടാവും, പക്ഷെ നമുക്ക് തരൂല. അത്ര ഡിമാൻഡ് കളിക്കുന്നവരുണ്ടാവും. ചിലർ നമുക്ക് വാരിക്കോരി നമ്മൾ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ടാവും, അവരാണ് ശരിക്കും ദൈവത്തിൻ്റെ മനസ്സുള്ളവർ. അപ്പോൾ മക്കൾക്കെല്ലാം ഞാൻ കപ്പക്ക കൊടുത്തു. അവരെല്ലാവരും കഴിച്ച് അമ്പാടിക്കണലെല്ലാം ഇഷ്ടം കൊതിയോടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അവർ കളിച്ചോട്ടെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കപ്പക്ക മുറിച്ച് കഷ്ണങ്ങളാക്കി കുക്കറിൽ ഒന്ന് കഴുകിയെടുക്കാൻ വിചാരിച്ചു. കഴുകിയെടുത്ത ശേഷം നമ്മൾ ഒരു 2 കപ്പ് വെള്ളം വെക്കുന്നുണ്ട്. കാരണം വെച്ചാൽ കപ്പക്കൊക്കെ നല്ല വെള്ളമുണ്ട്. അപ്പോൾ ഉപ്പ് ഒഴിച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞപ്പൊടിയൊന്നും ഞാൻ ഇടുന്നില്ല. അപ്പോൾ മഞ്ഞപ്പൊടിയെല്ലാം ഞാൻ വറുത്തരക്കാൻ തേങ്ങയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ കുറച്ച് തേങ്ങ വേണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പുളി വേണ്ടേ, പുളി ഒന്ന് കുതിർത്ത് വെക്കാൻ വിചാരിച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ട്